സ്ക്രീൻഷോട്ട് എടുക്കുന്നതെന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം ഈ ഒരു ഓപ്ഷൻ പഴയ റെഡ്മി ഫോണിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ പഴയൊരു റെഡ്മി ഫോണാണ്. നിങ്ങൾ ആദ്യം എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കാറ്? ചിലർ ഇങ്ങനെ എടുക്കും, അല്ലെങ്കിൽ പവർ ബട്ടണും വോളിയം ബട്ടണും ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കും. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് വേണ്ടത് അവിടെ കൊണ്ടുവെക്കുക. എനിക്കിത് ഏകദേശം ഇവിടെ മുതൽ താഴോട്ടേക്കാണ് സ്ക്രീൻഷോട്ട് വേണ്ടതെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ട് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അല്പനേരം കാത്തിരുന്നിട്ട് ഇതുപോലെ താഴേക്ക് നമുക്ക് എത്ര വരെയാണ് സ്ക്രീൻഷോട്ട് വേണ്ടത് അതിങ്ങനെ താത്തി കൊടുത്തിട്ട് താഴെയുള്ള ഡൺ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം എനിക്ക് നീളമുള്ള ഒരു ലോങ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പുതിയ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണാണ്. ഇതിപ്പോൾ ഞാനൊരു വെബ്സൈറ്റിൻ്റെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തും സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് അത് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രോൾ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് കാത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി പുതിയ മൊബൈൽ ഫോണുകളിൽ ഇതുപോലെ സ്ക്രോൾ ആകും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് വരെയാണ് സ്ക്രീൻഷോട്ട് വേണ്ടത് അത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഡൺ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ലോങ് ആയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്.